ഗാസയിലെ വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം. ശനിയാഴ്ചയാണ് മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അനുകൂലമായി നിലപാട് കൈക്കൊണ്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഞായറാഴ്ച മുതൽ കരാർ നിലവിൽ വരും. സമാധാന കരാറിന് വെള്ളിയാഴ്ച ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ശനിയാഴ്ച സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേർന്ന് അന്തിമമായ അംഗീകാരം നൽകിയത്. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിലെ 24 അംഗങ്ങൾ കരാറിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 8 പേർ പ്രതികൂല നിലപാടാണ് കൈക്കൊണ്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ കരാറിന് അംഗീകാരം നൽകിയിരുന്നു. പിന്നാലെയാണ് പൂർണ്ണ മന്ത്രിസഭയും വിഷയത്തിൽ അനുകൂല നിലപാട് കൈക്കൊണ്ടത്. ഞായറാഴ്ച മോചിപ്പിക്കുന്ന 95 പാലസ്തീൻകാരുടെ വിവരങ്ങൾ ഇസ്രായേൽ ജസ്റ്റിസ് മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ 69 പേർ സ്ത്രീകളും 16 പേർ പുരുഷന്മാരും 10 പേർ കുട്ടികളുമാണ്. സർക്കാരിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇവരെ വിട്ടയക്കുകയെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണമാണ് നിലവിലെ യുദ്ധത്തിന് വഴിതെളിച്ചത്. അന്ന് 100 കണക്കിന് ഇസ്രായേലികളെ ഹമാസ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇവരുടെ മോചനവും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ നടക്കും. യുഎസും ഖത്തറും ഈജിപ്തുമാണ് കരാറിന്റെ മധ്യസ്ഥത നിർവഹിച്ചത്.